മനുഷ്യ സമൂഹം സംഭാഷണങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. കമ്മ്യൂണിക്കേഷൻ, അത് ശബ്ദമായാലും ആംഗ്യഭാഷയിലായാലും ബോഡി ലാംഗ്വേജ് കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും ഇത്തരത്തിലുള്ള ഒരു ആശയവിനിമയത്തിൻ്റെ ഒരു മഹാസമുദ്രമാണ് മനുഷ്യ സമൂഹം. മൃഗങ്ങളും ഏതാണ്ട് ഇതേ രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഡോൾഫിൻ്റെ ഒരു ഇനമായിട്ടുള്ള ഓർക്കകൾ തമ്മിൽ നടത്തുന്ന സംഭാഷണങ്ങളെക്കുറിച്ച്, അവരുടെ പല സമൂഹങ്ങളിൽ നിലനിൽക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഭാഷാ ശൈലികളെക്കുറിച്ചുമൊക്കെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതുപോലെ ആനകളുടെ സംഭാഷണം, ഉറുമ്പുകളുടെ സംഭാഷണം, അങ്ങനെ പലതരത്തിലുള്ള മൃഗങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസിനെ കുറിച്ച് ഇന്ന് ശാസ്ത്രലോകം ഒരുപാട് അറിവുകൾ നേടിയെടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന വലിയ ഒരു ജീവന്റെ വിഭാഗമാണ് സസ്യങ്ങൾ. ഒരു ഫണ്ടമെന്റൽ ഫാമിലിയാണ് പ്ലാന്റ്സ്. ആലിമെന്റ്സിനെ പോലെ തന്നെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ടാക്സോണമിക് ഫാമിലിയാണ് സസ്യങ്ങൾ. ഈ സസ്യങ്ങളിൽ സംഭാഷണം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 100 വർഷമായിട്ട് നമ്മൾ ഈ രീതിയിൽ പഠനം നടത്തുമ്പോൾ ഏതാണ്ട് 80ഓളം സ്പീഷീസുകൾ, സസ്യത്തിന്റെ സ്പീഷീസുകൾ പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മനുഷ്യനോ മൃഗങ്ങൾക്കോ തുല്യമായിട്ടുള്ള ഒരു ഭാഷയാണോ ഇതെന്ന് പറയാൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ആശയവിനിമയം തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അത് നമ്മുടെ കാലിനടിയിലുള്ള ഇലക്ട്രിക് സിഗ്നലുകൾ, ഇലക്ട്രോ കെമിക്കൽ സിഗ്നലിംഗ് എന്ന് വേണമെങ്കിലും പറയാം, അത് വൃക്ഷങ്ങളുടെ റൂട്ട്സിലൂടെ, വേരുകളിലൂടെ നടക്കുന്ന ഒരു സംഭാഷണം. ആ സംഭാഷണത്തിനെ മീഡിയേറ്റ് ചെയ്യാൻ വേറൊരു ജൈവ ഫാമിലി, അതായത് ഫംഗസുകളുടെ സഹായം കൂടി വൃക്ഷങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിനെ വുഡ് വൈഡ് വെബ്, എങ്ങനെയാണോ വേൾഡ് വൈഡ് വെബായിട്ട് നമ്മൾ ഇന്റർനെറ്റിലൂടെ ആശയങ്ങൾ കൈമാറുന്നു എന്നുള്ള രീതിയിൽ ലോകമാസകലം വ്യാപിച്ചു കിടക്കുന്ന ഒരു ആശയവിനിമയ ശൃംഖലയായിട്ട് വേരുകളുടെ കമ്മ്യൂണിക്കേഷൻ, റൂട്ട് കമ്മ്യൂണിക്കേഷൻ നിലനിൽക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. വൃക്ഷങ്ങളെ പറ്റി പറയുമ്പോൾ അതിൻ്റെ വലിയൊരു അസ്തിത്വം ഭൂമിക്ക് മുകളിലാണെങ്കിലും വലിയൊരു അളവില് അവ നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത് മണ്ണിനുള്ളിലാണ്, ഭൂമിക്കുള്ളിലാണ് എന്നുള്ളത് വൃക്ഷ ജൈവ പ്രക്രിയയുടെ ഒരു സവിശേഷ ഗുണമാണ്. ഭൂമിക്ക് മുകളിലും മണ്ണിന് മുകളിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഭാഗങ്ങളും തമ്മിലും കമ്മ്യൂണിക്കേഷൻസ് സാധ്യമാണ് എന്ന് നമ്മൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് സൗണ്ട് വേവ്സ് ഉപയോഗിച്ച് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റാത്ത അൾട്രാസോണിക് മേഖലയിലുള്ള ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വൃക്ഷങ്ങൾ ആശയങ്ങൾ മുകളിലൂടെ, മണ്ണിന് മുകളിലൂടെ ആശയവിനിമയം നടത്തുന്നത്. ഈ വളരെ സങ്കീർണമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഏതെങ്കിലും രീതിയിൽ സസ്യത്തിന് ബോധമുണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടോ എന്നുള്ളതും നമുക്കിന്ന് ഒന്ന് പെട്ടെന്ന് എത്തി നോക്കാം. സയൻസ് ഇന്ന് പ്ലാന്റ് കമ്മ്യൂണിക്കേഷൻസിൽ വലിയ ഒരു മുന്നേറ്റം തന്നെ നടത്തിയിട്ടുണ്ട്. സസ്യങ്ങൾ ഒരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ചിന്റെ വലിയ ഒരു കൂടാരമാണ്. വലിയ രീതിയിൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു എന്നുള്ളത് പല പഠനങ്ങളിൽ നിന്നും തെളിഞ്ഞിട്ടുണ്ട്. അത് കെമിക്കൽ മോളിക്യൂൾസ് യൂസ് ചെയ്ത് ഉള്ള ആശയവിനിമയമായിരിക്കാം, അല്ലെങ്കിൽ ഹോർമോൺസ് കൊണ്ടുള്ള ആശയവിനിമയമായിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിക് സിഗ്നലുകൾ ആയിരിക്കാം, അല്ലെങ്കിൽ അടുത്ത കാലത്ത് കണ്ടെത്തിയതുപോലെ ശബ്ദ തരംഗങ്ങളെപ്പോലും സസ്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം. ഏറ്റവും കൂടുതൽ കാലം നമ്മൾ ഈ പഠനങ്ങൾ അറിയാൻ ശ്രമിച്ച ഒരു മേഖല കെമിക്കൽസിലൂടെ എങ്ങനെ സസ്യങ്ങൾ ആശയവിനിമയം നടത്തുന്നു എന്നുള്ളതാണ്. അത് ഓർഗാനിക് കെമിക്കൽസ് ആണ്. വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, VOCs എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് സസ്യങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത് എന്നുള്ളത് മാത്രമല്ല, ഈ അടുത്ത കാലത്തുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സസ്യങ്ങൾ ഇത് മറ്റ് ജീവികൾക്കും ഈ ആശയവിനിമയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവര് ആശയവിനിമയം നടത്തുന്നു എന്നുള്ളതാണ്. അതായത് ജീവജാലങ്ങളോടും മറ്റ് ജീവജാലങ്ങൾ, ആനിമൽസിനോടും സസ്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പലപ്പോഴും ഇൻസെക്ട്, പല പോളിനേറ്റ് ചെയ്യുന്ന ഹണി ബീസ് അല്ലെങ്കിൽ ഉറുമ്പുകൾ, ഇവയെ അകറ്റി നിർത്താനോ അല്ലെങ്കിൽ ഇവയെ ആകർഷിക്കാനോ വേണ്ടിയിട്ടുള്ള ആശയവിനിമയമായിരിക്കാം. പക്ഷെ അത് സസ്യങ്ങളെയും മറ്റ് ആനിമൽ ഫാമിലിയിലുള്ള ജീവജാലങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഭാഷണ രീതിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് സസ്യങ്ങൾ ഈ ആശയവിനിമയം നടത്തുന്നത്? ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ പഠനങ്ങൾ
നിരീക്ഷണങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകം, ഇതിനെക്കുറിച്ച് പഠിച്ച ഒരു ശാസ്ത്രജ്ഞൻ, വളരെ കാലം ഫോറസ്റ്റ് സയൻസിൽ മുഴുകിയിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ എഴുതിയ ഒരു പുസ്തകമാണ് ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ് എന്നുള്ള, വൃക്ഷങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ജീവിതം എന്നുള്ള തലക്കെട്ടോടുകൂടി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ നമ്മളെല്ലാം അതിശയിപ്പിക്കുന്ന പല കാര്യങ്ങളും പറയുന്നു. ജർമ്മനിയിലെ നോർത്ത് ഫോറസ്റ്റ് 800 വർഷം മുമ്പ് മുറിച്ചു കളഞ്ഞ ഒരു മരം, അതായത് അതിന്റെ വേരുകൾക്ക് മുകളിലായിട്ട് അതിനെ അറുത്ത് മാറ്റിയിരിക്കുകയാണ്, വലിയൊരു വൃക്ഷത്തെ. അപ്പോൾ അതിന്റെ ആ കുറ്റി മാത്രം ഇന്ന് അവശേഷിക്കുന്നു. 800 വർഷമായിട്ട് ഈ കുറ്റി വെളിച്ചം കിട്ടാതെ, വേറൊരു രീതിയിലും അതിന് വളരാൻ സാധിക്കാതെ അത് നിലനിൽക്കുന്നുണ്ട്, ജീവനോടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, വൃക്ഷങ്ങൾക്ക് പോഷക ആഹാരം കിട്ടണമെങ്കിൽ അത് സൺലൈറ്റിൽ നിന്ന്, സൂര്യരശ്മികളിൽ നിന്ന്, ഫോട്ടോസിന്തസിസിലൂടെ അതിന്റെ എനർജി, അതിന്റെ ആവശ്യമായിട്ടുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് മണ്ണിൽ നിന്ന്, അത് വേരുകളിൽ നിന്ന് മറ്റു പല ന്യൂട്രിയൻസിനെയും അത് വലിച്ചെടുക്കുന്നുണ്ട്. ഇലകളില്ലാത്ത ഒരു വൃക്ഷം പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് നീങ്ങും, അത് പട്ടുപോകും. അതിന് പിന്നെ കൂടുതൽ ജീവിച്ചിരിക്കാൻ പറ്റില്ല, കാരണം ഊർജം ഉൾക്കൊള്ളാനുള്ള വഴികളൊന്നുമില്ല. പക്ഷെ എങ്ങനെയാണ് 800 വർഷം ഒരു ഇലകളുമില്ലാത്ത, സൂര്യപ്രകാശം കിട്ടാത്ത ഒരു വൃക്ഷത്തിന് നിലനിൽക്കാൻ സാധിച്ചു? വൃക്ഷത്തിന്റെ ഒരു കുറ്റിക്ക്, ഒരു ഭാഗത്തിന് മാത്രം നിലനിൽക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പഠിച്ചപ്പോൾ ചുറ്റും നിൽക്കുന്ന വൃക്ഷങ്ങൾ ഇതിന് നിരന്തരമായിട്ട് അതിനാവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. വേരുകളിലൂടെ ഈ വൃക്ഷത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വൃക്ഷത്തെ മരിക്കാതെ സംരക്ഷിച്ചു പോകുന്നത് ചുറ്റും നിൽക്കുന്ന വൃക്ഷങ്ങളാണ്. ഒന്ന്, ഈ രീതിയിലുള്ള ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സസ്യങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും സസ്യത്തിന് ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രെസ് അല്ലെങ്കിൽ പോഷകക്കുറവ് അല്ലെങ്കിൽ ജലത്തിന്റെ ക്ഷാമത ഉണ്ടാകുകയാണെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് കെമിക്കൽസിലൂടെയോ സൗണ്ടിലൂടെയോ ഇലക്ട്രിക് സിഗ്നൽസിലൂടെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മറ്റ് വൃക്ഷങ്ങളിൽ നിന്ന്, മറ്റ് സസ്യങ്ങളിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുകയും ആ സഹായം കൃത്യമായിട്ട് മറ്റ് സസ്യങ്ങൾ വിഷമത്തിലായിരിക്കുന്ന വൃക്ഷത്തിനോ ചെടിക്കോ നൽകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, മറ്റു രീതിയിൽ ഏതെങ്കിലും വലിയ ഒരു വിപത്ത് വന്നിട്ടുണ്ടെങ്കിൽ സസ്യങ്ങൾ അവിടെയും ആ വിപത്തിനെ കുറിച്ച് സംസാരിക്കും. വിപത്തല്ലെങ്കിലും ആ രീതിയിൽ സസ്യങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് മൃഗങ്ങൾ വന്ന് അതിന്റെ ഇലകൾ ഭക്ഷിക്കുന്നത്. പല മൃഗങ്ങളുടെയും ആഹാരം ഈ ഇലകളാണ്. എന്നാൽ അത് കൂടുതൽ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് വൃക്ഷത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് പോകും. അപ്പോൾ അവിടെ ഒരു ബാലൻസ് വേണ്ടി വരും. കുറെ ചില്ലകളും കുറെ ഇലകളും അത് മൃഗങ്ങൾക്ക് സംഭാവന ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ആ വൃക്ഷത്തിന്റെയോ ചെടിയുടെയോ നിലനിൽപ്പ് തന്നെ അസാധ്യമാകുമ്പോൾ അത് പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ഒരു സംഭവം നമ്മൾ കണ്ടത് ആഫ്രിക്കയില്, കെനിയയില് ഒരു പഠനത്തില്. അവിടെ ജിറാഫുകള് അക്കേഷ്യ മരങ്ങളുടെ ഇലകൾ ഭക്ഷിക്കാൻ വളരെ ഇഷ്ടമാണ് ജിറാഫുകൾ. അപ്പൊ ഈ അക്കേഷ്യ മരങ്ങളിൽ അടുത്തേക്ക് പോയി ഈ ഇലകൾ ഭക്ഷിക്കുമ്പോൾ ഈ മരങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാനിൻ എന്നുള്ള ഒരു കെമിക്കൽ ഉത്പാദിപ്പിച്ചുകൊണ്ട് ഈ ഇലകളുടെ ഒരു രുചി വളരെ ജിറാഫുകൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു രുചിയായിട്ട് മാറ്റും. വളരെ കയ്പുള്ള ഒരു രുചിയായിട്ട് മാറ്റും. പിന്നീട് ഈ ജിറാഫുകൾക്ക് ഈ ഇലകളോടുള്ള ആസക്തി നഷ്ടപ്പെടുകയും അവിടെ നിന്ന് മാറിപ്പോയി വേറെ ഇലകൾ തേടി പോവുകയും. അപ്പൊ ഇതൊരു വൃക്ഷം ചെയ്യുമ്പോൾ ഈ വൃക്ഷം മറ്റു വൃക്ഷങ്ങൾക്കും സിഗ്നൽ കൊടുക്കുന്നുണ്ട്. എത്തലിൻ എന്നുള്ള ഒരു വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് വിക്ഷേപിച്ചുകൊണ്ട് ഇതാ ജിറാഫുകൾ വരുന്നുണ്ട്, നിങ്ങളുടെ ഇലകളുടെ ടാനിൻ കണ്ടന്റ് ഒന്ന് വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ ജിറാഫുകൾ നിങ്ങളുടെ ഇലകൾ മുഴുവൻ തിന്നുകൊണ്ട് പോകും എന്നുള്ള ഒരു സന്ദേശം ഈ ഓർഗാനിക് സിഗ്നലിങ്ങിലൂടെ അവർ നൽകുന്നുണ്ട്. ഇത്തരം സിഗ്നലിങ്ങളെ കുറിച്ചുള്ള അറിവ് ജിറാഫുകൾക്കുമുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഈ വൃക്ഷങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണം എന്താണെന്ന് മനസ്സിലാക്കാൻ ജിറാഫുകൾക്കും സാധിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു സിഗ്നലിംഗ് നടക്കുമ്പോൾ തന്നെ ജിറാഫുകൾ കാറ്റിന്റെ എതിർവശത്തേക്ക് മാറി അവിടെ ഉള്ള വൃക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ കാറ്റിലൂടെയാണല്ലോ ഈ മോളിക്യൂൾസ്, ഈ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് മറ്റു വൃക്ഷങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ അതിന്റെ എതിർ ദിശയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സിഗ്നല് ആ ദിശയിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾക്ക് കിട്ടാൻ ഒരല്പം താമസം ഉണ്ടാകും. ആ സമയം കൊണ്ട് ജിറാഫുകൾക്ക് കുറച്ച് ഇലകൾ ഭക്ഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. ഇത്തരത്തിൽ ഈ കമ്മ്യൂണിക്കേഷൻ വളരെ വിചിത്രമാണ്. അത് വൃക്ഷങ്ങൾ തമ്മിൽ മാത്രം നിലനിൽക്കുന്നതൊന്നല്ല, അത് മൃഗങ്ങളെയും മറ്റ് സസ്യങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സംഭാഷണ നോളജ് ഹബ്ബായിട്ട്, ഒരു ഇൻഫർമേഷൻ ഹബ്ബായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത്
നിരീക്ഷിച്ചത് കാറ്റർപില്ലേഴ്സ് ഈ ചിലതരം വേംസും എല്ലാം ഇലകളെ ഭക്ഷിക്കുമ്പോൾ ആ ഇലകള് പെട്ടെന്ന് ഒരു സിഗ്നൽ കൊടുക്കുകയാണ്, പെട്ടെന്നൊരു അറിയിപ്പ് കൊടുക്കുകയാണ് മറ്റ് ഇൻസെക്റ്റുകളോട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തരത്തിലുള്ള കാറ്റർപില്ലർ ഇവിടെ ഉണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാറ്റർപില്ലറിനെ പിടിച്ച് തിന്നാൻ സാധിക്കും എന്നുള്ള ഒരു സിഗ്നലിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സംഭാഷണം വൃക്ഷങ്ങൾ തമ്മിൽ മാത്രമല്ല, നേരെ മറ്റ് ജീവികൾക്ക് ഒരു വിളി കൊടുക്കുകയാണ്, ഒരു ഷൗട്ട് ഔട്ട് കൊടുക്കുകയാണ്, വന്ന് നിങ്ങൾക്ക് പറ്റിയ ഭക്ഷണം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ വൃക്ഷങ്ങളുടെ ഈ സംഭാഷണം പല രീതിയിലും സങ്കീർണമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ചെടികളെ മുറിക്കുമ്പോൾ അത് വലിയ രീതിയിൽ ഒരു സബ്സോണിക് അല്ലെങ്കിൽ അൾട്രാസോണിക് ഉള്ള റേഞ്ചിൽ നമ്മുടെ ശ്രവണത്തിൽ പതിയാത്ത രീതിയിലുള്ള ശ്രവണ രീതിയിൽ വൃക്ഷങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ഓഡിറ്ററി സിഗ്നലാണ്. എങ്ങനെയാണോ മനുഷ്യർ സൗണ്ട് വേവ്സ് യൂസ് ചെയ്ത് വായിലൂടെ ശബ്ദമുണ്ടാക്കി അത് വേറൊരാളുടെ ചെവിയിലൂടെ എത്തുന്നു എന്നുള്ള ഒരു പ്രക്രിയക്ക് അത്ര സമാനമല്ലെങ്കിലും അത്ര സങ്കീർണമല്ലെങ്കിലും അതിന്റെ ഒരു ബേസിക് മോഡൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വൃക്ഷങ്ങൾക്കും സാധ്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത്തരത്തിലുള്ള ഓഡിറ്ററി സിഗ്നൽ അല്ലെങ്കിൽ സൗണ്ട് വെച്ചുകൊണ്ടുള്ള സംഭാഷണം സാധ്യമാവണമെങ്കിൽ അത് പറയാൻ മാത്രമല്ല, അത് കേൾക്കാനും ആളുണ്ടായിരിക്കണം. ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്ന വൃക്ഷങ്ങളോ ജീവജാലങ്ങളോ ഉണ്ടായിരിക്കും. അപ്പോൾ പല രീതിയിലുള്ള ഒരു കോംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻസ് മനുഷ്യനും അത്തരത്തിലുള്ള കോംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. ശബ്ദത്തിലൂടെ മാത്രമല്ല, അംഗ്യത്തിലൂടെ നമ്മൾ സംഭാഷണം ചെയ്യുന്നുണ്ട്, ബോഡി ലാംഗ്വേജിലൂടെ, നമ്മുടെ വേർപ്പിന്റെ ഗന്ധത്തിലൂടെ, ഇതിലെല്ലാം നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നു. അതേ രീതിയിലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഏതാണ്ട് അതേ മോഡലുകൾ തന്നെ തുടരുന്ന സംഭാഷണ രീതികൾ സസ്യങ്ങളിലും ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാണാം. അവസാനമായിട്ട് ഈ സംഭാഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് ബോധമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വാസ്തവത്തിൽ ജൈവശാസ്ത്രത്തിൽ ശാസ്ത്രജ്ഞന്മാർ 2 ക്യാമ്പിലായിട്ടാണ് നിൽക്കുന്നത്. സസ്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ വളരെ എതിർ വശത്ത് നിൽക്കുന്ന 2 ക്യാമ്പുകളായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഒന്ന്, സസ്യങ്ങൾക്ക് സ്റ്റിമുലസിനോട് പ്രതികരിക്കുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ, ബോധമായിട്ടൊന്ന് ഇല്ല എന്ന് പറയുന്ന ഒരു പ്രബല വിഭാഗവും. അതിനെ തീർത്തും എതിർക്കുന്ന, എങ്ങനെയാണോ മനുഷ്യർക്കും മറ്റ് ആനിമൽസിനും ബോധമുണ്ട് എന്ന് നമ്മൾ പറയുന്ന അതേ രീതിയിലുള്ള, അതിന് സമാനമല്ലെങ്കിൽ പക്ഷെ അതിന്റെ ബേസിക് ഫ്രെയിംവർക്കുകൾ പാലിക്കുന്ന ബോധം സസ്യങ്ങൾക്കുമുണ്ട് എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ശാസ്ത്രജ്ഞരും ഇന്നുണ്ട്. ബോധമില്ല എന്ന് പറയുന്ന ശാസ്ത്രജ്ഞരുടെ വാദം അങ്ങനെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സ്, ബോധത്തിൽ നടക്കുന്ന മെമ്മറൈസ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, തിങ്ക് ചെയ്യുക, ആലോചിക്കുക, മുൻകൂട്ടി കാര്യങ്ങളെ കുറിച്ച് ധാരണ ഉണ്ടാക്കുക, അതനുസരിച്ച് പ്രതികരിക്കുക എന്നുള്ളതൊക്കെയാണ് ബോധമുള്ള ഒരു ജീവിയുടെ സവിശേഷതകളായിട്ട് കാണുന്നത്. ആ രീതിയിലുള്ള ഒരു ബോധം നമുക്ക് സസ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ വാദിക്കുന്നത്. എന്നാൽ മറുകൂട്ടം ശാസ്ത്രജ്ഞർ പറയുന്നത്, ശാസ്ത്രലോകത്ത് ഇന്ന് സസ്യങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള എല്ലാ തെളിവുകളെയും നമ്മൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അവയിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്തിട്ട് സസ്യങ്ങൾക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, ബോധത്തെക്കുറിച്ചുള്ള നിർവചനം പോലും അത് മനുഷ്യന്റെയും ആനിമൽസിന്റെയും ബോധത്തിന് തുല്യമായിട്ടുള്ള ഒരു നിർവചനം നൽകിക്കൊണ്ട് അതേ രീതിയിലുള്ള ഒരു നിർവചനം സസ്യങ്ങൾക്കും സാധ്യമാകണം, സസ്യങ്ങൾക്കും ആപ്ലിക്കബിൾ ആകണം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നു. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ബോധം എന്നുള്ളത് അവയർനെസ്, മെമ്മറിയോ ചിന്തയോ ബുദ്ധിയോ മുൻകൂട്ടി കാര്യങ്ങളെ പ്ലാൻ ചെയ്യാനുള്ള കഴിവോ ഒന്നുമില്ലാത്ത വെറും അവയർനെസ് എന്നുള്ള ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിന്റെ ഡെഫിനിഷൻ, ഇന്ന് കോൺഷ്യസ്നെസ് സ്റ്റഡീസിൽ അവലംബിക്കുന്ന ഒരു ഡെഫിനിഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ സസ്യങ്ങൾക്ക് മൃഗങ്ങളെ പോലെയും മനുഷ്യരെ പോലെയും ബോധമുണ്ടാകും എന്നുള്ളതാണ് ഈ കൂട്ടം ശാസ്ത്രജ്ഞർ വാദിക്കുന്നത്. സസ്യങ്ങള് മൃഗങ്ങളെ പോലെയല്ല. സസ്യത്തിന്റെ ഒരു അവസ്ഥ, ജീവിത ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സ്ഥാനത്ത് നിലയുറപ്പിച്ചുകൊണ്ടുള്ളതാണ്. മൃഗങ്ങള് മാറിക്കൊണ്ടിരിക്കും, അവർക്കൊരു ഫിക്സ്ഡ് പൊസിഷൻ ഇല്ല, അവര് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. സസ്യങ്ങൾക്ക് മൃഗങ്ങളെ പോലെ വലിയൊരു ഇന്റേണൽ ഡിഫറൻസിയേഷൻ ഇല്ല. നമുക്ക് സസ്യത്തിൽ അതിന്റെ റൂട്ട്സ്, വേരുകൾ, സ്റ്റെമ്മ്, ലീവ്സ് എന്നൊക്കെ പറഞ്ഞ് ചില ബ്രോഡായിട്ടുള്ള ഡിവിഷൻസ് ഉണ്ടാക്കാമെങ്കിലും ജീവികൾക്ക് ഉള്ളതുപോലെ ലങ്സ്, ഹാർട്ട്, ബ്രെയിന്, നെർവസ് സിസ്റ്റം, ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം തുടങ്ങിയ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള
ഓർഗൻസ് നമുക്ക് വൃക്ഷങ്ങളിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ വൃക്ഷങ്ങൾ പെരുമാറുന്നത് അവരുടെ മുഴുവൻ പാർട്സും ഒരുപോലെ ഒറ്റ യൂണിറ്റായിട്ട് കരുതിക്കൊണ്ടാണ്. എങ്ങനെയാണ് വിപത്തിനോട് പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് അനുകൂല സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് ആ വൃക്ഷത്തിൻ്റെ മുഴുവൻ ഒരു പെരുമാറ്റ രീതിയായിട്ട് കാണാം. ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഓർഗൻ അതിനെ നിയന്ത്രിച്ച് നടത്തുന്ന കാര്യമല്ല. ഓർമ്മകൾ സൂക്ഷിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഇന്ന് പുതിയ പഠനങ്ങളിലൂടെ വെളിവായി. എപ്പോൾ മഴയുണ്ടാകും, എപ്പോൾ വരൾച്ച ഉണ്ടാകും, എപ്പോൾ ജലത്തിന്റെ ലഭ്യത കൂടിയിരിക്കും, എപ്പോൾ കുറഞ്ഞിരിക്കും, എപ്പോൾ സീസൺസ് മാറി വരുന്നു, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഏത് രീതിയിൽ ഏത് പാറ്റേണിലാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഓർമ്മകൾ സസ്യത്തിന് ധാരാളമായിട്ടുണ്ട് എന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നു. ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ സസ്യത്തിന് വളരെ ബേസിക് ആയിട്ട് ഉള്ളത് എന്നുള്ള ബോധം ഉണ്ട് എന്ന് മാത്രമല്ല, കുറച്ചുകൂടി സങ്കീർണമായിട്ട് മൃഗങ്ങളെ പോലെ തുല്യമല്ലെങ്കിലും മൃഗങ്ങൾക്ക് സമാനമായിട്ടുള്ള പല ലക്ഷണങ്ങളും സസ്യങ്ങളിലും കാണാൻ സാധിക്കും എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു ഹ്യൂമൻ സൊസൈറ്റിയിൽ, മനുഷ്യ സമൂഹത്തിൽ ഈ അറിവുകൾ നമ്മൾ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നു, കാരണം മനുഷ്യരുടെ പ്രാഥമികമായിട്ടുള്ള ഭക്ഷണങ്ങളിൽ ഒന്ന് സസ്യങ്ങൾ തന്നെയാണ്. ഈ സസ്യങ്ങളെ എങ്ങനെ ഈ സസ്യങ്ങളും ഈ നമ്മുടെ പ്രകൃതിയും നമുക്ക് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളും നമ്മുടെ ജലസ്രോതസ്സുകളെയും എല്ലാം എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഈ അറിവുകൾ നമുക്ക് പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കി തരും. ഇന്ന് നമ്മൾ വളരെ പ്രാകൃതം എന്ന് പറയാവുന്ന രീതിയിലാണ് പലപ്പോഴും നമ്മുടെ ഭക്ഷ്യോൽപാദനം നടത്തുന്നത്. മോണോകൾച്ചറായിട്ടുള്ള അഗ്രികൾച്ചർ, ഒരുപാട് പെസ്റ്റിസൈഡ്സ്, വളരെ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ടുള്ള അഗ്രികൾച്ചറൽ രീതികൾ എന്നുള്ളതിൽ നിന്നെല്ലാം ചിലപ്പോൾ നമുക്ക് മുക്തി നൽകാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ സസ്യങ്ങളുടെ അനുഭവം, അവരും അനുഭവ ജീവികളാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നമുക്കുണ്ടായാൽ നമുക്ക് കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് ശാസ്ത്രജ്ഞർ വാദിക്കുന്നത്. ഇത്തരം പഠനങ്ങളെ കുറിച്ച് നമുക്ക് ഇനിയും കാതോർക്കാം.